റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഇപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഇപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ധാരാളം വരാറുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചുമായി ചോദ്യങ്ങൾ വരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് സാധാരണ ഡയറക്റ്റ് സ്പീച്ച് തന്നിട്ട് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുക, അതായത് തന്നിരിക്കുന്ന സെന്റൻസിന്റെ റിപ്പോർട്ടഡ് സ്പീച്ച് കണ്ടെത്തുക. രണ്ടാമത്തെ തരം ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്, അതായത് ഡാഷ് തന്നിട്ട് ഫില്ലപ്പ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ. മൂന്നാമത്തെ തരം സെന്റൻസ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു 4 സെന്റൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ ശരിയായിട്ടുള്ള സെന്റൻസ് ഏത്, തെറ്റായിട്ടുള്ള സെന്റൻസ് ഏത്, ഐഡന്റിഫിക്കേഷൻ. നാലാമത്തെ തരം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഒരു സെന്റൻസിനെ പാർട്ടാക്കി തന്നിട്ട് അതിൽ തെറ്റായിട്ടുള്ള പാർട്ട് സ്പോട്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പൊ റീസെന്റ്ലി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇടയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, തന്നിരിക്കുന്ന സെന്റൻസുകളിൽ പഞ്ച്വേഷൻസ് ഉപയോഗിക്കുക, ചിഹ്നങ്ങൾ ഉപയോഗിക്കുക, അതായത് കറക്റ്റ് ആയിട്ട് ചിഹ്നം ഉപയോഗിച്ചിട്ടുള്ള ചോദ്യം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ കറക്റ്റ് ആയിട്ട് ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ഏതാണ്, അത് റിപ്പോർട്ടഡ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒരാളോട് ഒരു കാര്യം പറയുന്നു, ആ കേട്ട ആള് ഞാൻ പറഞ്ഞ കാര്യം മൂന്നാമതൊരാളോട് പോയി പറയും. ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചതിനെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുന്നു. നമ്മൾ വളരെ എളുപ്പത്തിലാണ് പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് ഒരു ടേബിൾ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അതിന് പഠിക്കുന്നത് റിപ്പോർട്ടിംഗ് റൂൾ എന്നാണ് ആ ടേബിളിന് പറയുന്നത്. ആ ടേബിൾ ഒന്ന് കാണാതെ പഠിക്കുന്നു. ആ ടേബിളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ടേബിൾ ഒന്ന് കാണാതെ പഠിച്ചാൽ തന്നിരിക്കുന്ന സെന്റൻസിൽ ഇത്തരം വാക്കുകൾ വന്നാൽ ഒന്ന് മാറ്റി കൊടുത്താൽ റിപ്പോർട്ടായിട്ട് മാറി. ഇപ്പൊ ടേബിളിൽ കിടക്കുന്ന വാക്കൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറി, റിപ്പോർട്ടായിട്ട് മാറി. ഇപ്പൊ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് നമ്മൾ ഒരു ടേബിൾ കാണാതെ പഠിക്കുന്നു, തന്നിരിക്കുന്ന വാക്ക് ആ ടേബിൾ പ്രകാരം ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് റിപ്പോർട്ടായിട്ട് മാറി. ഏത് തരം സെന്റൻസും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ടേബിളാണ് നമ്മൾ പഠിക്കുന്നത്. ആ ടേബിളിന് പറയുന്നത് റിപ്പോർട്ടിംഗ് റൂൾ എന്നാണ്. പഠിച്ചോണം. ഇപ്പൊ റിപ്പോർട്ടിംഗ് റൂൾ ഇതാണ്, ഡയറക്റ്റ് തന്നിരിക്കുന്നതിനെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുന്നു. ഈ ടേബിൾ നിങ്ങൾ അങ്ങ് കാണാതെ പഠിക്കുക, തന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്ത് എഴുതുക. ഓക്കെ, നോക്കിയേ, തന്നിരിക്കുന്ന ചോദ്യത്തില് ഈസ് അല്ലെങ്കിൽ ആം വന്നിട്ടുണ്ടോ നോക്കുക. ഓക്സിലറി വെർബായിട്ട് ഈസ് അല്ലെങ്കിൽ ആം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് എഴുതുമ്പോൾ ഈസിനെയും ആമിനെയും മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് വാസ് കൊടുക്കുക. അപ്പൊ ഈസ് ആമോ എന്നെങ്കിൽ എന്താക്കി കൊടുത്താൽ മതി, വാസ് ആക്കിയാൽ റിപ്പോർട്ടായിട്ട് മാറി. നോക്കിയേ, നമുക്കൊരു സെന്റൻസ് ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ. നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു, ഹി വാസ് ഗോയിങ് ടു സ്കൂൾ. നിങ്ങൾ എന്നോടൊപ്പം പറഞ്ഞു നോക്കണം, എങ്കിലേ നിങ്ങൾക്ക് അത് പഠിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളത് പഠിച്ചു കഴിഞ്ഞിരിക്കണം. ഇപ്പൊ ഈസ് ആമ് വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് എന്താക്കി കൊടുത്താൽ മതി, വാസ് ആക്കിയാൽ മതി. ആറാണെങ്കിൽ എന്താക്കി കൊടുക്കുക, വേറാക്കി കൊടുക്കുക. ആറാണെങ്കിൽ വേറാക്കി കൊടുക്കുക. അതുപോലെ ഹാസ് അല്ലെങ്കിൽ ഹാവാണ് വരുന്നതെങ്കിൽ എന്താക്കി കൊടുക്കുക, ഹാഡ് ആക്കി കൊടുക്കുക. ഒന്നും കൂടെ പറഞ്ഞേ, ഈസ് ആമാണെങ്കിൽ വാസ്, ആറാണെങ്കിൽ വേറെ, ഹാസ് ഹാവാണെങ്കിൽ ഹാഡ്, ഹാഡ് ആണെങ്കിൽ എന്ത് തന്നെ എഴുതിയാൽ മതി, ഹാഡ് തന്നെ എഴുതുക. ഇനി ചോദ്യത്തിനകത്ത് വാസ് അല്ലെങ്കിൽ വേറാണ് വരുന്നതെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താക്കി കൊടുക്കുക, ഹാഡ് ബീൻ ആക്കി കൊടുക്കുക. വാസ് അല്ലെങ്കിൽ വേറാണെങ്കിൽ ഹാഡ് ബീൻ ആക്കി കൊടുക്കുക. വില്ലാണെങ്കിൽ വുഡ്, ഷാൾ ആണെങ്കിൽ ഷുഡ്, ക്യാൻ ആണെങ്കിൽ കുഡ് ആക്കി കൊടുക്കുക. മേ ആണെങ്കിൽ മൈറ്റ്, മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു ആക്കി കൊടുക്കുക. അപ്പൊ പറഞ്ഞേ, ഈസ് ആമാണെങ്കിൽ എന്തായി കൊടുത്താൽ മതി, വാസ് ആക്കുമ്പോഴേക്കും റിപ്പോർട്ടായി. ഇനി 6 വരുന്ന സെന്റൻസ് ആണെങ്കിൽ 6നെ മാറ്റിയിട്ട് എന്താക്കി കൊടുത്താൽ മതി, വേറെ ആക്കി കൊടുത്താൽ മതി, റിപ്പോർട്ടായി. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു, ദേ വെയർ പ്ലേയിങ് ക്രിക്കറ്റ്, റിപ്പോർട്ടായി. നമ്മൾ സെഡ് ദാറ്റും കൂടെ ചേർത്താൽ മതി. ഇനി ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണെങ്കിൽ ഹാർഡ് ആക്കി കൊടുക്കുക. ഇനി നോക്കിയേ, ഹി ഹാസ് സങ് എ സോങ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു, ഹി ഹാഡ് സങ് എ സോങ്, ഇല്ലേ. ഇനി ഹാവ് ആണെങ്കിൽ ഹാഡ് ആക്കിയാൽ മതി, ഇല്ലേ. ദേ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. റിപ്പോർട്ട് ചെയ്ത് എന്തായിട്ട് മാറുന്നു, ദേ ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ്. ഹാഡ് വന്നു കഴിഞ്ഞാൽ ഹാഡ് തന്നെ, ഇല്ലേ. ഹി ഹാഡ് സങ് എ സോങ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഹാഡ് സങ് എ സോങ്ങിന് എഴുതിയാൽ മതി. ഇനി വാസ് അല്ലെങ്കിൽ വേറാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, വാസ് അല്ലെങ്കിൽ വേറാണെങ്കിൽ എന്താക്കി കൊടുക്കുക, ഹാഡ് ബീൻ ആക്കി കൊടുക്കുക. വാസ് അല്ലെങ്കിൽ വേറാണെങ്കിൽ ഹാഡ് ബീൻ ആക്കി കൊടുക്കുക. അത് മറന്നു പോകും, അതുകൊണ്ടാണ് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞത്. വാസ് അല്ലെങ്കിൽ വേറാണെങ്കിൽ ഹാഡ് ബീൻ ആക്കി കൊടുക്കുക. ഓക്കെ,
ഇനി വില്ലാണെങ്കിൽ വുഡ് ആക്കി കൊടുക്കുക. അപ്പൊ ഹി വാസ് സിംഗിങ് എ സോങ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഹി ഹാഡ് ബീൻ സിംഗിങ് എ സോങ്. വില്ലാണെങ്കിൽ വുഡ് ആക്കിയാൽ മതി. ഹി വിൽ സിംഗ് എ സോങ് ആണെങ്കിൽ ഹി വുഡ് സിംഗ് എ സോങ്. ഷാൾ ആണെങ്കിൽ ഷുഡ്, ക്യാൻ ആണെങ്കിൽ കുഡ്, മേ ആണെങ്കിൽ മൈറ്റ്, മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു. അത് ഓർമ്മയിലിരിക്കണം. മസ്റ്റ് ആണെങ്കിൽ എന്താക്കി കൊടുക്കുക? ഹാഡ് ടു ആക്കി കൊടുക്കുക. മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു. ഇനി നോക്കിയേ, ഇത്തരത്തിലുള്ള ഓക്സിലറി ഒന്നും സെന്റൻസിലില്ല. വെർബ് V1 വരാം, അല്ലെങ്കിൽ യെസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ, അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസ്, അതായത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ടെൻസ് ബേസിലൊന്നും അല്ല പറയുന്നത്. അപ്പം വെർബ് V1 യെസ്സിൽ അവസാനിക്കുന്ന വെർബോ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസ് ആണെങ്കിൽ വെർബിന് എന്താക്കി കൊടുത്താൽ മതി? V2 ആക്കി കൊടുത്താൽ മതി. വെർബിന് എന്താക്കിയാൽ മതി? V2 ആക്കിയാൽ മതി. ഇനി വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസ് ആണെങ്കിലോ വെർബിനെ നമ്മൾ അവിടെ എന്താക്കാം? ഇതിനേക്ക് എടുത്ത് മാറ്റിയിട്ട് ഹാഡ് പ്ലസ് V3 ആക്കിയാൽ മതി. ഒരു എക്സാമ്പിൾ നോക്കാം. ഇങ്ങനെയാണ് ചോദ്യം കിടക്കുന്നത്. ഇല്ലേ, ഇങ്ങനെയാണ് ചോദ്യം. ഹി ഗോസ് ടു സ്കൂൾ. കണ്ടല്ലോ, ഹി ഗോസ് ടു സ്കൂൾ. റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കിയാണ് ഇവിടെ ഗോസ് എന്ന് പറയുന്നത് യെസ്സിൽ അവസാനിക്കുന്ന വെർബാണ്. ഈ യെസ്സിൽ അവസാനിക്കുന്ന വെർബ് എല്ലാം സിംഗുലാർ ആണ്. ഗോസ്, വാക്സ്, ഈറ്റ്സ് ഇതൊക്കെ സിംഗുലാർ ആണ്. അപ്പൊ നമ്മൾ എന്താക്കാൻ പറഞ്ഞു? യെസ്സിൽ അവസാനിക്കുന്ന വെർബ്. ഈ എസ് എന്ന് പറയുന്നത് യെസ്സിൽ അവസാനിക്കുന്ന വെർബ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. V1 അല്ലെങ്കിൽ യെസ്സിൽ അവസാനിക്കുന്ന വെർബ്, അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വരുന്നു. എന്താക്കി? ഇതിനെല്ലാം എടുത്ത് മാറ്റിയിട്ട് V2 ആക്കുക. അപ്പൊ ഗോയുടെ V2 ഏതാണ് കുട്ടികളെ? വെന്റ്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നു? ഹി വെന്റ് ടു സ്കൂൾ എന്നായിട്ട് മാറുന്നു. ഹി വെന്റ് ടു സ്കൂൾ. റിപ്പോർട്ടായി. ഇനി അടുത്ത് നോക്കിയേ, V1 വന്നു കഴിഞ്ഞാൽ V2 ആക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഹി ഗോ അല്ലെങ്കിൽ they go to school എന്നാണ് കിടക്കുന്നത്. ഇങ്ങനെയാണ് കിടക്കുന്നത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഗോ എന്ന് പറയുന്നത് V1 ആണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി കൊടുക്കാം? V2 ആക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നു? they went to school. റിപ്പോർട്ടായിട്ട് മാറി. they went to school. ഇനി നോക്കിയേ, ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസും സിമ്പിൾ പ്രസന്റ് ആണ്. അതിനെ മാറ്റാൻ പറഞ്ഞ V2 ആക്കിയാൽ മതി. ഇങ്ങനെയാണ് നടക്കുന്നത്. ഹി ഡസ് ഗോ ടു സ്കൂള്. ഇങ്ങനെയാണ് നടക്കുന്നെങ്കിൽ എന്താക്കുക? ഡസിനേക്ക് ഒഴിവാക്കി കളയുക. വെർബ് V2 ആക്കുക. അപ്പൊ നമുക്ക് എന്ത് നിർത്തുന്നു? ഹി വെന്റ് ടു സ്കൂൾ. റിപ്പോർട്ടായിട്ട് മാറി. ഹി വെന്റ് ടു സ്കൂൾ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു കുട്ടികളെ? എന്ത് ചെയ്യുന്നു? ഒന്നും കൂടെ പറഞ്ഞേ. തന്നിരിക്കുന്ന ചോദ്യത്തില് വെർബ് V1 അല്ലെങ്കിൽ യെസ്സിൽ അവസാനിക്കുന്ന വെർബുകളോ അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ആണ് വരുന്നതെങ്കിൽ എന്താക്കാം? വെർബ് V2 ആക്കി കൊടുക്കുക. വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വെർബ്. ഇനി അടുത്ത് നോക്കിയേ, വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകളാണ് തരുന്നതെങ്കിൽ ഹാഡ് പ്ലസ് V3 ആയി കൊടുക്കുക. അതിന് എന്തായി കൊടുക്കുക? ഹാഡ് പ്ലസ് V3. അത് എങ്ങനെയാണ് ചോദ്യം കിടക്കുന്നത്? എന്ത് ചെയ്യുന്നു? ഹി വെന്റ് ടു സ്കൂൾ. ഇങ്ങനെയാണ് കിടക്കുന്നത്. റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ എന്താക്കുക? വെന്റ് എന്ന് പറയുന്നത് V2 ആണ്. വെർബ് V2 ആണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താക്കി മാറുന്നു? ഹാഡ് പ്ലസ് V3. വെന്റിന്റെ V3 ഏതാണ്? ഗോ, വെന്റ്, ഗോണ്. എന്റെ മുന്നിൽ എന്നും കൂടെ ചേർത്ത് കൊടുക്കുക. ഹാഡ്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നു? ഹി ഹാഡ് ഗോൺ ടു സ്കൂൾ. റിപ്പോർട്ടായി. ഹി ഹാഡ് ഗോൺ ടു സ്കൂൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒന്ന് പറഞ്ഞു നോക്കിയേ. ആ റിപ്പോർട്ടിംഗ് റൂൾ ഒന്ന് പറഞ്ഞേ. ഈസ് ആമാണെങ്കിൽ വാസ് ആക്കി കൊടുക്കുക. ആറാണെങ്കിൽ വേർ ആക്കി കൊടുക്കുക. ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണെങ്കിൽ ഹാഡ് ആക്കി കൊടുക്കുക. ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ എഴുതുക. വാസ് അല്ലെങ്കിൽ വേർ ആണെങ്കിൽ ഹാഡ് ബീൻ ആക്കി കൊടുക്കുക. വില്ലാണെങ്കിൽ വുഡ് ആക്കി കൊടുക്കുക. ഷാൾ ആണെങ്കിൽ ഷുഡ് ആക്കി കൊടുക്കുക. ക്യാൻ ആണെങ്കിൽ കുഡ് ആക്കി കൊടുക്കുക. മേ ആണെങ്കിൽ മൈറ്റ് ആക്കി കൊടുക്കുക. മസ്റ്റ് ആണെങ്കിൽ അതിനെ മാറ്റിയിട്ട് ഹാഡ് ടു. വേറെ ഒന്നും മാറ്റണ്ട. ആ സെന്റൻസിൽ കിടക്കുന്ന വേറെ ഒരു വാക്കും മാറ്റണ്ട. മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു ആക്കി കൊടുക്കുക. V1 യെസ്സിൽ അവസാനിക്കുന്ന വെർബുകളോ ഡു അല്ലെങ്കിൽ ഡസ് ആണ് വരുന്നതെങ്കിൽ എന്താക്കി കൊടുക്കുക? V2 ആക്കി കൊടുക്കുക. വെർബിന് എന്തായി കൊടുക്കുക? V2 ആക്കി കൊടുക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആയി കൊടുക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ
ഹാഡ് പ്ലസ് V3 ആക്കുക. ഇനി ചില വാക്കുകളിൽ മാറ്റം വരണം. ചിലപ്പോൾ സെന്റൻസിൽ ദിസ് എന്ന വാക്ക് വന്നിട്ടുണ്ടോ നോക്കുക. എങ്കിൽ അതിന് എന്തായി കൊടുക്കുക? ദാറ്റ്. പ്രസന്റും പാസ്റ്റും ആണ് ഈ പറയുന്നത്. ദിസിന്റെ പാസ്റ്റ് ഏതാണ് കുട്ടികളെ? ദാറ്റ്. ദിസ് എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ മാറ്റിയിട്ട് ദാറ്റ് ആക്കുക. ദീസ് ആണെങ്കിലോ അതിന് എന്തായി കൊടുക്കുക? ദോസ് ആക്കി കൊടുക്കുക. ദീസ് ആണെങ്കിൽ ദോസ് ആക്കി കൊടുക്കുക. ഇനി നൗ ആണെങ്കിലോ നൗവിന്റെ പാസ്റ്റ് ഫോം then ആക്കി കൊടുക്കുക. നൗ ആണെങ്കിൽ then ആക്കി കൊടുക്കുക. എഗോ ആണെങ്കിൽ എന്തായി കൊടുക്കുക കുട്ടികളെ? എഗോ ആണെങ്കിൽ ബിഫോർ ആക്കി കൊടുക്കുക. എഗോ ബിഫോർ. ടുഡേ അതിന്റെ പാസ്റ്റ് ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഡേ ആക്കി കൊടുക്കുക. ടുഡേ ആണെങ്കിൽ ദാറ്റ് ഡേ. ടുമോറോ ആണെങ്കിലോ ടുമോറോ ദ നെക്സ്റ്റ് ഡേ ആക്കി കൊടുക്കുക. ടുമോറോ ആണെങ്കിൽ ദ നെക്സ്റ്റ് ഡേ. യെസ്റ്റർഡേ ആണെങ്കിലോ കുട്ടികളെ യെസ്റ്റർഡേ ആണെങ്കിൽ ദ പ്രീവിയസ് ഡേ ആക്കി കൊടുക്കുക. യെസ്റ്റർഡേ ആണെങ്കിൽ ദ പ്രീവിയസ് ഡേ. ഓക്കെ. അപ്പൊ ഒന്നും കൂടെ ആ ടേബിൾ എന്ന് പറഞ്ഞേ. ഈസ് ആമാണെങ്കിൽ വാസ്. കാരണം ഈ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ സെന്റൻസും റിപ്പോർട്ട് ചെയ്യുന്നത്. ആകെ നമ്മൾ ഇനി റിപ്പോർട്ട് ഓഫ് സ്പീച്ച് മൊത്തവും പറയുന്നത് റിപ്പോർട്ടിങ്ങിനുള്ളിൽ പാലിക്കുക എന്ന് മാത്രമാണ്. ആകെപ്പാടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറ്റ് ദാറ്റ് ചേർക്കുക, സെറ്റിനോടൊപ്പം ദാറ്റ് ചേർക്കുക, റിപ്പോർട്ടിങ്ങിനുള്ളിൽ പാലിക്കുക. ഇതാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്നത്. അതുകൊണ്ട് ടേബിൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. പച്ചവെള്ളം പോലെ പഠിക്കുക. അപ്പൊ ഈസ് ആമാണെങ്കിൽ വാസ്, ആറാണെങ്കിൽ വേറെ, ഹാസ് ഹാവ് ആണെങ്കിൽ ഹാഡ്, ഹാഡ് ആണെങ്കിൽ എന്ത് തന്നെ എഴുതുക? ഹാഡ് തന്നെ എഴുതുക. ഇനി അതേപോലെ വാസ് ഓർ വെയർ ആണെങ്കിൽ ഹാഡ് ബീൻ, വില്ല് വുഡ്, ഷാള് ഷുഡ്, ക്യാൻ കുഡ്, മേ മൈറ്റ്, മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു. V1 എസ്സിൽ അവസാനിക്കുന്ന വെർബ് നിങ്ങൾ എഴുതുമ്പോൾ എസ്സിൽ അവസാനിക്കുന്ന വെർബ് തന്നെ എഴുതണം. ഡു അല്ലെങ്കിൽ ഡസ് ആണെങ്കിൽ V2 ആക്കി മാറ്റുക. V2 അല്ലെങ്കിൽ ഡിഡ് ആണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആക്കുക. ദിസ് ആണെങ്കിൽ ദാറ്റ് ആക്കി കൊടുക്കുക. ദീസ് ആണെങ്കിൽ ദോസ്. നൗ വന്നിട്ടുണ്ടെങ്കിൽ then ആക്കുക. എഗോ ആണെങ്കിൽ ബിഫോർ ആക്കുക. ടുഡേ ആണെങ്കിൽ ദാറ്റ് ഡേ ആക്കുക. ടുമോറോ ആണെങ്കിൽ ദ നെക്സ്റ്റ് ഡേ ആക്കുക. യെസ്റ്റർഡേ ആണെങ്കിൽ ദ പ്രീവിയസ് ഡേ ആക്കുക. ഇനി കുറച്ചും കൂടെ എളുപ്പത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പഠിച്ചാലും മതി കുട്ടികളെ. റിപ്പോർട്ടിംഗ് റൂള് എന്ന് എഴുതിയിട്ട് ഇനി ഞാൻ ചെറുതാക്കി പറയാം. ഓക്സിലറി വെർബ് പ്രസന്റ് ആണ് തരുന്നതെങ്കിൽ, തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് പ്രസന്റ് ആണെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓക്സിലറി എന്താക്കി കൊടുത്താൽ മതി കുട്ടികളെ? പാസ്റ്റ് ആക്കി കൊടുത്താൽ മതി. റിപ്പോർട്ടായി. ഇത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ഈസ് ആമിന്റെ പാസ്റ്റ് ആണ് വാസ്, ആറിന്റെ പാസ്റ്റ് ആണ് വേർ, ഹാസ് ഹാവിന്റെ പാസ്റ്റ് ആണ് ഹാഡ്, ഹാഡിന്റെ പാസ്റ്റ് ഹാഡ് തന്നെയാണ്. എന്ത് ചെയ്യും? പിന്നെ അതേപോലെ വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ്, ഷാളിന്റെ പാസ്റ്റ് ആണ് ഷുഡ്, ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ്, മേയുടെ പാസ്റ്റ് ആണ് മൈറ്റ്, മസ്റ്റിന്റെ പാസ്റ്റ് ആണ് ഹാഡ് ടു. ഓക്കെ. ഇത്രയും കാര്യങ്ങളെല്ലാം കിട്ടുന്നു. അപ്പൊ ഓക്സിലറി പ്രസന്റ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ എന്താക്കിയാൽ മതി? ഓക്സിലറി പാസ്റ്റ് ആക്കാം. ഇനി വാസ് അല്ലെങ്കിൽ വേർ വരുന്ന ഒരു സെന്റൻസ് ആണ് തരുന്നതെങ്കിൽ എന്തായി കൊടുത്താൽ മതി കുട്ടികളെ? ഹാഡ് ബീൻ ആക്കുക. വാസ് അല്ലെങ്കിൽ വേർ ആണെങ്കിൽ എന്താക്കുക? ഹാഡ് ബീൻ ആക്കുക. വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകളോ അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന ഒരു സെന്റൻസ് ആണ് തരുന്നതെങ്കിൽ എന്തായി കൊടുക്കുക? വെർബ് V2 ആയി കൊടുക്കുക. എല്ലാം എടുത്തു കളഞ്ഞ വെർബ് V2. ലാസ്റ്റ് വൺ V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകളാണ് വരുന്നതെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് പ്ലസ് V3 ആയി കൊടുക്കുക. ഹാഡ് പ്ലസ് V3 ആയി കൊടുക്കുക. ഇത്രയും കാര്യം ഇങ്ങനെ പഠിച്ചു വെച്ചാലും മതി. ഷോർട്ട് ആയിട്ട് ഇങ്ങനെ ഇച്ചിരി കൂടെ അറിയാന്നുള്ള കുട്ടികൾ ഇങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ. അപ്പൊ ഓക്സിലറി പ്രസന്റ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓക്സിലറി പാസ്റ്റ് ആക്കി കൊടുക്കുക. വാസ് അല്ലെങ്കിൽ വേർ ആണെങ്കിൽ ഹാഡ് ബീൻ ആക്കി കൊടുക്കുക. വെർബ് V1 എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസ് ആണെങ്കിൽ വെർബ് V2 ആക്കി കൊടുക്കുക. വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകൾ ആണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആക്കി കൊടുക്കുക. ഓക്കെ ആണല്ലോ റിപ്പോർട്ടിംഗ് റൂള്. അടുത്ത് നോക്കിയേ. നമ്മൾ ഓരോ സെന്റൻസ് ആണ്. നമ്മൾ 4 തരം സെന്റൻസുകൾക്കാണ് റിപ്പോർട്ട് പഠിക്കുന്നത്. ടെൻസ് ബേസിലൊന്നുമല്ല. സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകൾക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, ഇമ്പരേറ്റീവ് സെന്റൻസുകൾക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, എക്സ്ക്ലമേറ്ററി എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം. ഇതിന് 4 സ്റ്റേറ്റ്മെന്റും ഇന്ററോഗേറ്റീവും ആണ് വളരെ പ്രധാനം. ഇത് രണ്ടുമാണ് പാഠപുസ്തകങ്ങളിലുള്ളത്. അപ്പൊ ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ ധാരാളം വരുന്നത്. അപ്പൊ അത് രണ്ടും നന്നായിട്ട് പഠിക്കണം. നമ്മൾ 4 പഠിക്കും. ഓക്കെ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകൾക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് ആദ്യം കണ്ടാൽ തിരിച്ചറിയണം. കുട്ടികൾ നോക്കണം. ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളില് നൗണിലോ പ്രോനൗണിലോ തുടങ്ങുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തില് ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളില് നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങുന്ന സെന്റൻസുകളെ വിളിക്കുന്ന പേര് സ്റ്റേറ്റ്മെന്റ്. നൗൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്തിന്റെയും പേരിനെയാണ് നമ്മള് നൗൺ എന്ന് പറയുന്നത്. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ടായി? പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രോനൗൺ. ഏതൊക്കെയാണ് കുട്ടികളെ? ഐ, അതേപോലെ വി, അതേപോലെ യു, ഐ വി യു, ഹി,
ഷീ, ഇറ്റ്, ദേ. ഇതിനെല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രോനൗണുകൾ എന്ന് വിളിക്കാം. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. അപ്പം ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ വരുന്ന സെന്റൻസിന്റെ പ്രത്യേകത അനുസരിച്ചാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണത്. ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ വരുന്ന സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കാടോ? നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങുന്ന സെന്റൻസുകളാണ് സ്റ്റേറ്റ്മെന്റ്. നോക്കിയേ, താഴെ ചോദ്യം വന്നിട്ടുണ്ട്. ഹി സെഡ്, ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ ഐ ആം റൈറ്റിംഗ് എ നോവൽ. കണ്ട, ഐ എന്ന് പറയുന്ന പ്രോനൗണിൽ തുടങ്ങിയിരിക്കുന്നു, സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കിയേ, ഹി സെഡ് ടു മീ യു വിൽ സിംഗ് എ സോങ്. യു എന്ന് പറയുന്ന പ്രൊനൗൺ ആണ്, തുടങ്ങിയിരിക്കുന്നു, സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങുന്ന സെന്റൻസുകളാണ് സ്റ്റേറ്റ്മെന്റ്. പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇനി നോക്കിയേ, ഇവ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്നാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കിയോണം, ആദ്യത്തെ പോയിന്റ് ആണ്. ആകെ ഒരു 3 പോയിന്റേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ പോയിന്റ് നോക്കിയേ, സെഡ് വന്നിട്ടുണ്ടോ നോക്കണം. ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്ക് പുറത്ത് സെഡ് വന്നിട്ടുണ്ടോ നോക്കണം. സെഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം ദാറ്റ് ചേർക്കണം. സെഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം എന്ത് ചേർക്കണം? ദാറ്റ് ചേർക്കണം. എന്തിനാണ് ഈ ദാറ്റ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് കണക്ടിങ് വേർഡ് ആണ്, ഈ രണ്ട് സെന്റൻസിനെയും തമ്മിൽ യോജിപ്പിക്കാൻ. ഹി സെഡ് എന്ന് പറയുന്നതിനെയും ഐ ആം റൈറ്റിംഗ് എ നോവൽ എന്ന് പറയുന്ന സെന്റൻസിനെയും യോജിപ്പിക്കാനാണ്. ഈ സെന്റൻസുകൾക്ക് നടുക്കാണ് ദാറ്റ് ചേർക്കുന്നത്. അപ്പൊ സെഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം എന്ത് ചേർക്കുക? ദാറ്റ് ചേർക്കുക. ഇനി സെഡ് ടു ആണ് വരുന്നത് എങ്കിൽ എന്താക്കി മാറ്റുക? അതിനെ ടോൾഡ് ആക്കി മാറ്റിയിട്ട് ദാറ്റ് ചേർക്കാം. സെഡ് ടു ആണെങ്കിൽ നമുക്ക് ഇവിടെ സെഡ് ടു ആണ്. അപ്പൊ സെഡ് ടു ആണെങ്കിൽ സെഡ് ടുവിനെ എടുത്ത് കളയുക, അതിന്റെ സ്ഥാനത്ത് എന്തായി കൊടുക്കുക? ടോൾഡ് ആക്കി മാറ്റിയിട്ട് ഈ രണ്ട് സെന്റൻസിനെ നടുക്കം ചേർക്കുക, ദാറ്റ് ചേർക്കുക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് എങ്ങനെയായിരുന്നു? സെഡ് വന്നു കഴിഞ്ഞാൽ സെഡ് മാത്രമാണ് ആദ്യത്തെ സെന്റൻസിൽ സെഡ് മാത്രമാണ്. അപ്പൊ നമ്മൾ സെഡ് ദാറ്റ് ചേർക്കണം. ഹി സെഡ് ദാറ്റ്. രണ്ടാമത്തെ സെന്റൻസിൽ സെഡ് ടു ആണ്. അപ്പൊ സെഡ് ടു വന്നു കഴിഞ്ഞാൽ എന്താക്കി മാറ്റണം? ടോൾഡ് ആക്കി മാറ്റിയതിന് ശേഷം ദാറ്റ് ചേർക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുമോ? ഹി സെഡ് ടു മീ, അതെങ്ങനെയായിട്ട് മാറും? ഹി ടോൾഡ് മീ ദാറ്റ്. മീ കഴിഞ്ഞിട്ട് വേണം ദാറ്റ്, കാരണം സെഡ് ടു മാത്രമാണ് മാറ്റിയിട്ട് ടോൾഡ് ആക്കുന്നത്. സെക്കൻഡ് സബ്ജക്ട് ആരോടാണ് പറഞ്ഞതെന്നും കൂടെ ഉണ്ട്. മീ കഴിഞ്ഞിട്ട് രണ്ട് സെന്റൻസിന്റെ നടുക്കാണ് ദാറ്റ് ചേർക്കേണ്ടത്. ഓക്കെ, ആദ്യത്തെ പോയിന്റ് മനസ്സിലാവുമല്ലോ. സെഡ് ആണെങ്കിൽ ദാറ്റ് ചേർക്കുക, സെഡ് ടു ആണെങ്കിൽ ടോൾഡ് ആക്കി മാറ്റി ദാറ്റ് ചേർക്കുക. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, കുട്ടികളെ സബ്ജക്റ്റുകൾ ചിലപ്പോൾ മാറാറുണ്ട് കേട്ടോ. അപ്പൊ പ്രോനൗണുകളാണ് സബ്ജക്റ്റുകളായിട്ട് വരുന്നതെങ്കിൽ അവയിൽ മാറ്റം വരാറുണ്ട്. എല്ലാ സെന്റൻസിലും സബ്ജക്റ്റ് മാറുന്നത് ഒരുപോലെയാണ്, പ്രോനൗണുകളുടെ മാറ്റം ഒരുപോലെയാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴും പഠിക്കുന്നത് തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ള ഇന്ററോഗേറ്റീവിനും എക്കേനെയും പഠിക്കുന്നത്, എംപെരേറ്റീവിനും എക്സ്ക്ലമേറ്ററിക്ക് ഒക്കെ പഠിക്കുന്നത് ഇതേ മാറ്റമാണ്. അപ്പൊ പഠിച്ചു വയ്ക്കുക. പ്രോനൗണുകളുടെ മാറ്റമാണ് നമ്മൾ പറയുന്നത്. പ്രോനൗണുകളായിട്ട് ഐ, വി വരാം. അതായത് ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളില് സബ്ജക്റ്റ് ആയിട്ട് ഐ അല്ലെങ്കിൽ വി വരാം. ഐ അല്ലെങ്കിൽ വി ആണ് വരുന്നതെങ്കിൽ സ്പീക്കർ, സംസാരിച്ച ആളാക്കി കൊടുക്കുക. അതായത് സെഡിന് മുന്നിലുള്ള സബ്ജക്റ്റ് ആയി കൊടുക്കുക. സെഡിന് മുന്നിലെ സബ്ജക്റ്റ്, മുന്നിലുള്ള സബ്ജക്റ്റ്, സെഡിന് മുന്നിലുള്ള സബ്ജക്റ്റ് ആക്കി കൊടുക്കുക. ഏത് പറഞ്ഞു? ഐ, വി ആണ് വരുന്നതെങ്കിൽ സെഡിന് മുന്നിലുള്ള സബ്ജക്റ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? സബ്ജക്റ്റ് ആയിട്ട് ഇവിടെ നോക്കിയാണ്, ഇവിടെ ഐ ആണ് കിടക്കുന്നത്, ഐ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മള് എന്ത് പറഞ്ഞു? സെഡിന് മുന്നിലുള്ള സബ്ജക്റ്റ് ഏതാണ്? ഹി ആക്കി കൊടുക്കും. ഐയുടെ സ്ഥാനത്ത് ഏതായി കൊടുക്കുക? ഹി ആക്കി കൊടുക്കുക. ഇനി സബ്ജക്റ്റ് ആയിട്ട് യു ആണ് വരുന്നതെങ്കിൽ, സബ്ജക്റ്റ് ആയിട്ട് യു ആണ് വരുന്നതെങ്കിൽ, ഇവിടെ യു ആണ് വന്നിരിക്കുന്നത്. യു ആണ് വരുന്നതെങ്കിൽ സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ആയി കൊടുക്കുക. അതായത് ലിസണർ, കേട്ടയാൾ, ആരോടാണോ പറഞ്ഞത് ആ ആളാക്കി കൊടുക്കുക. അപ്പൊ സബ്ജക്റ്റ് ആയിട്ട് യു ആണ് വരുന്നതെങ്കിൽ സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ആക്കി കൊടുക്കുക. അത് എപ്പോഴും, അത് മിക്കപ്പോഴും ഒരു ഒബ്ജക്റ്റ് രൂപമായിരിക്കും. അത് ഒബ്ജക്റ്റ് രൂപം വല്ലതാണെങ്കിൽ അതിന്റെ എന്ത് രൂപം എഴുതണം കുട്ടികളെ? സബ്ജക്റ്റ് രൂപം എടുത്ത് എഴുതണം. എന്ത് ചെയ്യുന്നു? ഇപ്പൊ സെഡ് ടുവിന് ശേഷം കിടക്കുന്നത് ഒരു ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ യുവിന്റെ സ്ഥാനത്ത് അതിന്റെ സബ്ജക്റ്റ് രൂപം വേണം എഴുതാൻ. നോക്കിയേ, രണ്ടാമത്തെ ചോദ്യം കണ്ടോ? രണ്ടാമത്തെ ചോദ്യത്തിൽ യു ആണ് സബ്ജക്റ്റ്. യു വന്നു കഴിഞ്ഞാൽ സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ആക്കി മാറ്റാനാണ് പറഞ്ഞത്. സെഡ് ടുവിന് ശേഷം മീ ആണ് കിടക്കുന്നത്. ഇപ്പൊ യുവിനനുസരിച്ച് മീ മാറണം. മീ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് രൂപമാണ്. അതിന്റെ സബ്ജക്റ്റ് രൂപം ഏതാണ്ടായി? ഐ ആക്കി കൊടുക്കുക. ഇവിടെ നോക്കിയേ, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേരിയേഷൻ. ഐ ആണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് രൂപം മീ, വി ആണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് രൂപം അസ്, യു ആണെങ്കിൽ യു തന്നെ, ഹി ആണെങ്കിൽ ഹിം, ഷീ ആണെങ്കിൽ ഹെർ, ഇറ്റ് ആണെങ്കിൽ ഇറ്റ് തന്നെ, ദേ ആണെങ്കിൽ ദം. ഏതൊക്കെയാണ്?
ഐയുടെ ഒബ്ജക്റ്റ് രൂപം മീ, വി ആണെങ്കിൽ അസ്, യു ആണെങ്കിൽ യു തന്നെ, ഹി ആണെങ്കിൽ ഹിം, ഷീ ആണെങ്കിൽ ഹെർ, ഇറ്റ് ആണെങ്കിൽ ഇറ്റ് തന്നെ, ദേ ആണെങ്കിൽ ദം. ഇതാണ് എന്ത് ചെയ്യും ഒബ്ജക്റ്റ് രൂപങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റ് ആയിട്ട് ഐ കോമ വി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ ആണ് വരുന്നതെങ്കിൽ സെഡിന് മുന്നിലുള്ള സബ്ജക്റ്റ് ആക്കി കൊടുക്കുക. യു ആണ് വരുന്നെങ്കിൽ സെഡ് ടുവിന് ശേഷം കിടക്കുന്ന സബ്ജക്റ്റ് ആക്കുക. അത് പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ യുവിന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? അതിന്റെ സബ്ജക്റ്റ് രൂപം എഴുതണം. ഓക്കെ, ഇനി സബ്ജക്റ്റ് ആയിട്ട് ഏതൊക്കെ വരാം? ഹി, ഷീ, ഇറ്റ്, ദേ. സെന്റൻസിൽ ഹീയിൽ തുടങ്ങാം, ഷീ, ഇറ്റ്, ദേ. ഹി, ഷീ, ഇറ്റ്, ദേ ആണെങ്കിൽ മാറ്റമില്ല, അവ മാറ്റണ്ട. ഹി ആണെങ്കിൽ ഇവിടെ യുവിന്റെ സ്ഥാനത്ത് ഹി എന്നാണ് കിടക്കുന്നതെങ്കിൽ ഹി തന്നെ എഴുതിയാൽ മതി. ഷീ ആണ് കിടക്കുന്നതെങ്കിൽ ഷീ തന്നെ എഴുതിയാൽ മതി. ഇറ്റ് ആണെങ്കിൽ ഇറ്റ് തന്നെ എഴുതിയാൽ മതി. ദേ ആണെങ്കിൽ ദേ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ. അപ്പൊ സബ്ജക്റ്റുകളുടെ മാറ്റം പഠിച്ചു വെച്ചോണം. ഐ കോമ വി ആണ് വരുന്നതെങ്കിൽ സെഡിന് മുന്നിലുള്ള സബ്ജക്റ്റ് ആക്കുക. ഇനി യു ആണ് വരുന്നതെങ്കിൽ സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ആക്കി കൊടുക്കുക. അതൊരു ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ യുവിന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? അതിന്റെ സബ്ജക്റ്റ് രൂപം എഴുതണം. ഐയുടെ ഒബ്ജക്റ്റ് രൂപം ഏതാണ് കുട്ടികളെ? മീ, വി ആണെങ്കിൽ അസ്, യു ആണെങ്കിൽ യു തന്നെ, ഹി ആണെങ്കിൽ ഹിം, ഷീ ആണെങ്കിൽ ഹെർ, ഇറ്റ് ആണെങ്കിൽ ഇറ്റ് തന്നെ, ദേ ആണെങ്കിൽ ദം. ഇനി ഹി, ഷീ, ഇറ്റ്, ദേ ആണെങ്കിൽ എന്തില്ല? മാറ്റം ഇല്ല. ഇവിടെ നോക്കിയാണ്, ഇവിടെ യു ആണ് കിടക്കുന്നത്. അപ്പൊ യു ആണെങ്കിൽ എന്ത് ചെയ്യും? സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റ് മീക്ക് അനുസരിച്ച് മാറ്റുക. മീയുടെ സബ്ജക്റ്റ് രൂപം ഏതാണ് കുട്ടികളെ? ഐ. അപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് യുവിന്റെ സ്ഥാനത്ത് എന്തായി കൊടുക്കുക? ഐ ആക്കി കൊടുക്കുക. ഇവിടെ നമുക്ക് ഇവിടെ ഐ ആണ് കിടക്കുന്നത്. ഐ കോമ വി എന്ന് പറഞ്ഞാൽ സെഡിന് മുന്നിലുള്ള സബ്ജക്റ്റ് ആക്കാം. റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ഐയുടെ സ്ഥാനത്ത് എന്തായി കൊടുക്കുക? ഐ സെഡിന് മുന്നിൽ ഹി ആണ് കിടക്കുന്നത്, ഹി ആക്കി കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് റിപ്പോർട്ടിംഗ് റൂള് പാലിക്കുക. ലാസ്റ്റത്തെ ഒരു പോയിന്റും കൊണ്ട് എന്ത് ചെയ്യും? റിപ്പോർട്ടിംഗ് റൂള് പാലിക്കുക. റിപ്പോർട്ടിംഗ് റൂള് പാലിക്കുക. റിപ്പോർട്ടിംഗ് റൂള് പാലിക്കുക. അതായത് ഏതാണ്ട് റിപ്പോർട്ടിംഗ് റൂൾ എന്ന് പറയുന്നത്, നമ്മൾ ഈസ് ആമോ എന്ന് കഴിഞ്ഞാൽ എന്തായി കൊടുക്കുക? വാസാക്കി കൊടുക്കുക. ആറാണെങ്കിൽ വേറെ, നമ്മൾ ആദ്യം പഠിച്ചു. ആറാണെങ്കിൽ വേറെ, ഹാസ് ഹാവ് ആണെങ്കിൽ ഹാഡ് ആക്കി കൊടുക്കുക. ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ എഴുതുക. വില്ലാണെങ്കിൽ വുഡ്, ഷാൾ ആണെങ്കിൽ ഷുഡ്, അത് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇപ്പൊ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളില് നൗൺ അല്ലെങ്കിൽ പ്രൊനൗണിൽ തുടങ്ങുന്ന സെന്റൻസുകളാണ് സ്റ്റേറ്റ്മെന്റ്. റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തില് സെഡ് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ചേർക്കുക. സെഡ് ടു ആണെങ്കിൽ ടോൾഡ് ആക്കി മാറ്റി ദാറ്റ് ചേർക്കുക. ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ സബ്ജക്റ്റ് ആയിട്ട് ഐ കോമ വി വന്നാൽ സെഡിന് മുന്നിലുള്ള സബ്ജക്റ്റ് ആക്കി കൊടുക്കുക. യു ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതെങ്കിൽ സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ആക്കുക. അത് പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ അതിന്റെ സബ്ജക്റ്റ് രൂപം വേണം യുവിന്റെ സ്ഥാനത്ത് എഴുതാൻ. എന്താണ് പ്രോനൗൺ, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് എന്ന് നമ്മൾ ഇവിടെ ഉണ്ട്. ഇനി ഹി, ഷീ, ഇറ്റ്, ദേ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നെങ്കിൽ അവ മാറ്റണ്ട. ചോദ്യങ്ങൾ ഓരോന്ന് ചെയ്തു നോക്കിയാലോ. നോക്കിയേ, ആദ്യത്തെ ചോദ്യം, ഹി സെഡ് ഐ ആം റൈറ്റിംഗ് എ നോവൽ. നമുക്ക് ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളില് ഐ ആം റൈറ്റിംഗ് എ നോവൽ എന്നാണ് വന്നിരിക്കുന്നത്. സബ്ജക്റ്റ് ആയിട്ട് ഏത് വന്നിരിക്കുന്നു? ഐ വന്നിരിക്കുന്നു. ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെഡ് മാത്രമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്നോടൊപ്പം പറഞ്ഞു നോക്കിയേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഹി സെഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചേർക്കാം? ദാറ്റ്. ഹി സെഡ് ദാറ്റ്. ഹി സെഡ് ദാറ്റ്. ഐ എന്തായിട്ട് മാറും? ഐ കോമ വി എന്ന് പറഞ്ഞാൽ സെഡിന് മുന്നിലുള്ള സബ്ജക്റ്റ്. സെഡിന് മുന്നിലുള്ള സബ്ജക്റ്റ് ഏതാണ്? ഹി. ഹി. ഇനി ആമിന്റെ പാസ്റ്റ് ഏതാണ്? റിപ്പോർട്ടിംഗ് റൂൾ അനുസരിച്ച് വാസ്. ഹി വാസ്. ബാക്കിയൊന്നും മാറ്റൂല. ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ. അപ്പൊ നമുക്ക് എങ്ങനെ ഇടുന്നു? ഹി സെഡ് ദാറ്റ് ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഹി സെഡ് ദാറ്റ് ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. രാജു സെഡ് ഐ ഹാവ് റിട്ടൺ എ നോവൽ. നമുക്ക് രാജു സെഡ് ആണ് കിടക്കുന്നത്, ദാറ്റ് ചേർക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നു? രാജു സെഡ് ദാറ്റ്. രാജു സെഡ് ദാറ്റ്. ഐ എന്തായിട്ട് മാറും? രാജു. പേരുകളാണെങ്കിൽ അതിന്റെ പ്രോനൗണുകളാണ് എഴുതാൻ കേട്ടോ. ഇവിടെ പേരുകളാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും പേര് ഐയുടെ സ്ഥാനത്ത് എഴുതുക, അതിന്റെ പ്രോനൗൺ എഴുതാം. അപ്പൊ രാജുവിന് വരെ നമുക്ക് ഏത് എഴുതാം? ഹി. ഹാവിന്റെ പാസ്റ്റ് ഏതാണ്? ഹാഡ്. ഹി ഹാഡ്. ബാക്കി പറ. റിട്ടൺ എ നോവൽ. ഹി ഹാഡ് റിട്ടൺ എ നോവൽ. ഹി ഹാഡ് റിട്ടൺ എ നോവൽ. റിപ്പോർട്ടായി ഇല്ലേ? രാജു സെഡ് ദാറ്റ് ഹി ഹാഡ് റിട്ടൺ എ നോവൽ. അടുത്ത ചോദ്യം നോക്കിയേ. They said we are going to school. റിപ്പോർട്ട് ചെയ്തേ. They said we are going to school. ആറാണ്. നമ്മൾ ആദ്യമേ ആറിന്റെ പാസ്റ്റ് ഏതാണ് കുട്ടികളെ? വേറെ. മോളിലങ്ങ് എഴുതി വെച്ചാൽ നമുക്ക് തെറ്റൂല. വേറെ എഴുതിയിട്ട് ഓപ്ഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഒറ്റ ഓപ്ഷനേ കാണുള്ളൂ. അത് തന്നെ ഉത്തരം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നു? They said that. They said that. വി എന്തായിട്ട് മാറും? ഐ കോമ വി എന്ന് പറഞ്ഞാൽ സെഡിന് മുന്നിലുള്ള സബ്ജക്റ്റ് ആക്കുക.
സെഡിന് മുന്നിൽ ദേ ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ദേ ആക്കി. ദേ ആറിന്റെ പാസ്റ്റ് ഏത്? വെയർ. ദേ വെയർ ഗോയിങ് ടു സ്കൂൾ. ദേ വെയർ ഗോയിങ് ടു സ്കൂൾ. ദേ വെയർ ഗോയിങ് ടു സ്കൂൾ. റിപ്പോർട്ടായി. ദേ സെഡ് ദാറ്റ് ദേ വെയർ ഗോയിങ് ടു സ്കൂൾ. അടുത്ത ചോദ്യം നോക്കിയേ, നിങ്ങൾ എഴുതി നോക്കണം. ഹി സെഡ് ഐ സ്റ്റാർട്ടഡ് എ ജോബ്. സ്റ്റാർട്ടഡ് എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? വെർബ് V2 ആണ്. സ്റ്റാർട്ടഡ് എന്ന് പറയുന്നത് V2 ആണ്. V2 എന്ന് കഴിഞ്ഞാൽ എന്താക്കണം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്? പറഞ്ഞു നോക്കിയേ, ഹാഡ് പ്ലസ് V3 ആക്കണം. എന്താക്കണം? ഹാഡ് പ്ലസ് V3. അപ്പൊ റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞേ, സെഡ് ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നു? ഹി സെഡ് ദാറ്റ്. ഹി സെഡ് ദാറ്റ് ഐ എന്തായിട്ട് മാറും കുട്ടികളെ? ഐ ദി ഹീക്ക് അനുസരിച്ച് ദി ഹി ആയിട്ട് മാറും. അല്ലെങ്കിൽ ഐ സെഡിന് മുന്നിലുള്ള വാക്കായിട്ടുള്ള ഹി ആക്കി മാറ്റും. സ്റ്റാർട്ടഡ് ദി ഹാഡ് പ്ലസ് V3 ഏതായിട്ട് മാറും? ഹാഡ് സ്റ്റാർട്ടഡ്. സ്റ്റാർട്ടഡിന്റെ മൂന്നാമത്തെ രൂപം സ്റ്റാർട്ടഡ് തന്നെ. ഹാഡ് സ്റ്റാർട്ടഡ് എ ജോബ്. വേറെ ഒന്നും മാറ്റൂല. എ ജോബ്. ഓക്കെ. ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് സ്റ്റാർട്ടഡ് എ ജോബ്. അടുത്ത ചോദ്യം നോക്കിയേ. ഹി സെഡ് ഐ വിൽ ഗോ ടു സ്കൂൾ. റിപ്പോർട്ട് ചെയ്തേ. ഹി സെഡ് ഐ വിൽ ഗോ ടു സ്കൂൾ. സെഡ് ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഹി സെഡ് ദാറ്റ്. ഹി സെഡ് ദാറ്റ് ഐ എന്തായിട്ട് മാറും? സെഡിന് മുന്നിലുള്ള വാക്ക് ഹി. വില്ലിന്റെ പാസ്റ്റ് ഏത്? വുഡ്. ഹി വുഡ് ഗോ ടു സ്കൂൾ. ഹി വുഡ് ഗോ ടു സ്കൂൾ. റിപ്പോർട്ടായി. അടുത്ത ചോദ്യം നോക്കിയേ. ഹി സെഡ് യു ക്യാൻ. ഹി സെഡ് ടു മീ എന്ന് എഴുതിക്കോണേ ചോദ്യത്തിൽ. ഹി സെഡ് ടു മീ. ഹി സെഡ് ടു മീ. ഹി സെഡ് ടു മീ യു ക്യാൻ സോൾവ് ദ പ്രോബ്ലം. ഹി സെഡ് ടു മീ. ഇപ്പൊ ടു മീ സെഡ് എന്ന് മാത്രം വരികയാണെങ്കിൽ യു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മീക്ക് അനുസരിച്ച് അങ്ങ് മാറ്റിയാൽ മതി. നമ്മളോടാണ് പറയണത് എന്ന ചിന്തയിൽ അങ്ങ് മാറ്റിയാൽ മതി കേട്ടോ. അപ്പൊ സെഡ് കഴിഞ്ഞിട്ട് സെഡ് ടു മീ എന്നോ അല്ലെങ്കിൽ സെഡ് ടു ഹിം എന്നോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. സബ്ജക്റ്റ് ആയിട്ട് യു ആണ് വരുന്നത്. അപ്പൊ ഹി സെഡ് സബ്ജക്റ്റ് ആയിട്ട് യു ആണ് വരുന്നെങ്കിൽ നമ്മളോടാണ് സംസാരിക്കുന്നതെന്ന് കരുതി അങ്ങ് മാറ്റിയാൽ മതി. അപ്പൊ നോക്ക്, ഇവിടെ മീ വന്നിട്ടുണ്ട്. ദി യു ആണ് സബ്ജക്റ്റ്. അപ്പൊ നമ്മള് ക്യാനിന്റെ പാസ്റ്റ് ഏതാണ് കുട്ടികളെ? കുഡ് ആക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ഹി സെഡ്. ഹി സെഡ് സെഡ് ടു ആയതുകൊണ്ട് എന്തായി കൊടുക്കണം അവിടെ? സെഡ് ടു ആയതുകൊണ്ട് ടോൾഡ് ആക്കണം. ഹി ടോൾഡ് മീ. സെഡ് ടു മീ അല്ലേ? ഹി ടോൾഡ് മീ ദാറ്റ്. ഹി ടോൾഡ് മീ ദാറ്റ്. യു എന്തായിട്ട് മാറും കുട്ടികളെ? യു ആണ് വരുന്നെങ്കിൽ സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ഏതാണ് നോക്കാം. അത് മീ ആണ്. മീ ആണെങ്കിൽ അതൊരു ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ എന്താക്കി കൊടുക്കണം? അതിന്റെ സബ്ജക്റ്റ് രൂപം. മീയുടെ സബ്ജക്റ്റ് രൂപം ഏതാണ്ടേ? ഐ. അപ്പൊ ഹി ടോൾഡ് മീ ദാറ്റ് ഐ. ക്യാനിന്റെ പാസ്റ്റ് ഏതാണ് കുട്ടികളെ? കുഡ്. ഐ കുഡ്. ബാക്കി അതേപോലെ സോൾവ്. ഐ കുഡ് സോൾവ് ദ പ്രോബ്ലം. ഐ കുഡ് സോൾവ് ദ പ്രോബ്ലം. റിപ്പോർട്ടായി. ഐ കുഡ് സോൾവ് ദ പ്രോബ്ലം. ഹി ടോൾഡ് മീ ദാറ്റ് ഐ കുഡ് സോൾവ് ദ പ്രോബ്ലം. അടുത്ത ചോദ്യം നോക്കിയേ. ഹി സെഡ് ഐ മസ്റ്റ് ഗോ ടു സ്കൂൾ. നോക്കിയേ, സെഡ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഹി സെഡ് ദാറ്റ്. ഹി സെഡ് ദാറ്റ് നീ. നോക്ക്, ഐ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. സെഡിന് മുന്നിലുള്ള വാക്ക് ഹി. മസ്റ്റ് ആണെങ്കിലാ മേ മൈറ്റ്. മസ്റ്റ് ആണെങ്കിൽ എന്തായി കൊടുക്കും? ഹാഡ് ടു ആക്കും. ഹാഡ് ടു. വേറെ ഒന്നും മാറ്റണ്ട. ഹാഡ് ടു ഗോ ടു സ്കൂൾ. ഹാഡ് ടു ഗോ ടു സ്കൂൾ. ഹാഡ് ടു ഗോ ടു സ്കൂൾ. റിപ്പോർട്ടായി. ഹി സെഡ് ദാറ്റ് he had to go to school. Okay, he said that he had to go to school. അടുത്ത നോക്കിയേ ചോദ്യം. She said they were playing cricket. He said they were playing cricket. റിപ്പോർട്ട് ചെയ്തേ. നമുക്ക് she ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? She said that. She said that. She said that. നമുക്ക് they ആണ് ഇവിടെ വന്നിരിക്കുന്നത്. he she they സബ്ജക്റ്റ് ആയിട്ട് വന്ന മാറ്റം വല്ലതും ഉണ്ടോ? മാറ്റമില്ല. അത് മാറ്റമുണ്ട്. അപ്പൊ ദേ തന്നെ എഴുതി. ഷീ സെഡ് ദാറ്റ് ദേ. വേറിന്റെ പാസ്റ്റ് ഏതാണ്? വാസ അല്ലെങ്കിൽ വേറെ ഒന്നും എന്തായി കൊടുക്കാൻ പറഞ്ഞു? ഹാഡ് ബീൻ. ഹാഡ് ബീൻ. ഹാഡ് ബീൻ. ബാക്കിയൊന്നും മാറ്റമില്ല. പ്ലേയിങ്. ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഹി സെഡ് ദാറ്റ് ദേ ഹാഡ് ബീൻ. ഹി സെഡ് ദാറ്റ് ദേ ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. He said that they said that ആണ്. said that they had been playing cricket. അടുത്ത ചോദ്യം നോക്കിയേ. He said I shall write a novel tomorrow. നോക്കുക, said ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വരാം? He said that. He said that. ഇനി I എന്തായിട്ട് മാറും? He ആയിട്ട് മാറി. He. ഷാളിന്റെ പാസ്റ്റ് ഏത്? should. He should
ഇനി റൈറ്റ്, ഹി ഷുഡ് റൈറ്റ് എ നോവല്. ടുമോറോ എന്തായിട്ട് മാറും കൂട്ടുകാരെ? ടുമോറോ ആണെങ്കിലാ ദ നെക്സ്റ്റ് ഡേ, ദ നെക്സ്റ്റ് ഡേ, ദ നെക്സ്റ്റ് ഡേ. നമ്മൾ പഠിച്ചു. ടുമോറോ ആണെങ്കിൽ ദ നെക്സ്റ്റ് ഡേ, യെസ്റ്റർഡേ ആണെങ്കിൽ ദ പ്രീവിയസ് ഡേ, ടുഡേ ആണെങ്കിൽ ദാറ്റ് ഡേ ആയിട്ട് മാറും. ഹി സെഡ് ദാറ്റ് ഹി ഷുഡ് റൈറ്റ് എ നോവൽ ദ നെക്സ്റ്റ് ഡേ. ലാസ്റ്റ് ചോദ്യം നോക്കിയേ. ഹി സെഡ് they did solve the problem. നമുക്ക് did വരുന്ന സെന്റൻസ് ആണ്. did വരുന്ന സെന്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു എന്താക്കാൻ പറഞ്ഞു? had plus v3 ആക്കാൻ പറഞ്ഞു. had plus v3 ആക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? he said that, he said that, he said that. ദേയിൽ മാറ്റം ഉണ്ടാ? ദേ മാറ്റമില്ല. they did solve എന്തായിട്ട് മാറും? had solved, had solved, had solved the problem, had solved the problem. He said that they had solved the problem. റിപ്പോർട്ട് ആയിട്ട് മാറി. വളരെ എളുപ്പമാണ്. അപ്പൊ ആ ടേബിൾ മാത്രം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പൊ ആ ടേബിൾ മാത്രം ഒന്ന് പറഞ്ഞേ. റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ടേബിള്, ദി റിപ്പോർട്ടിംഗ് റൂള്, ഈസ് ആണെങ്കിൽ വാസ് ആക്കുക, ആറാണെങ്കിൽ വേറ്, ഹാസ് ഹാവ് ആണെങ്കിൽ ഹാഡ്, ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ, വിൽ ആണെങ്കിൽ വുഡ്, ഷാൾ ആണെങ്കിൽ ഷുഡ്, ക്യാൻ ആണെങ്കിൽ കുഡ്, മേ ആണെങ്കിൽ മൈറ്റ്, മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു, വാസ് അല്ലെങ്കിൽ വേറെ ആണെങ്കിൽ ഹാഡ് ബീൻ. V1 എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡസ് ആണെങ്കിൽ V2 ആക്കാം. V2 അല്ലെങ്കിൽ ഡിഡ് ആണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, ദിസിന്റെ പാസ്റ്റ് ദാറ്റ്, ദീസ് ആണെങ്കിൽ ദോസ്, ടുഡേ ദാറ്റ് ഡേ, ടുമോറോ ദ നെക്സ്റ്റ് ഡേ, ഇനി അതേപോലെ യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ. ക്ലിയർ ആണല്ലോ? ഓക്കെ, മറക്കരുത്, നോട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. Okay, thank you.